ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുസ്ലിം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ്റെ ബേസിക് സ്റ്റെപ്സുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഡിവിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു ആദ്യത്തെ 2-3 ക്ലാസ് നമുക്ക് ബേസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിലൂടെ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കാം, ഡിവിഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ടൂളിൽ ഏത് റോഡിൽ പ്ലേസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഡിവിഡൻറ്റ് മൈനസ് ഡിവൈസർ -1, അതായത് നമ്പർ ഓഫ് ഡിവിഡൻറ്റ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1. എത്ര ഡിവിഡൻറ്റിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അതേപോലെ ഡിവൈസറിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ആ കിട്ടിയ നമ്പേഴ്സിന് എന്ത് ചെയ്യുക, 1 കൊണ്ട് മൈനസ് ചെയ്യുക. ഇനി അതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആൻസർ റോഡാണ്. എവിടെ നിന്ന് ഏത് റോഡിൽ വെച്ചിട്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് റോഡിലാണ് ആൻസർ പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൻസർ റോഡ് പ്ലേസ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിവൈസറിന്. അതായത് ഡിവൈസറിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാൻ ചെയ്യുക. അതിൽ ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കമ്പാരിസൺ നടത്തും. കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ഡിവൈസറാണ് വലുത്, ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണമെന്ന് ഓർമ്മിക്കുക. ബാക്കി 2 കേസും, അതായത് ഡിവൈസറിനേക്കാൾ വലുതോ ഡിവൈസറിന് സെയിം ആയ നമ്പറോ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം എന്ന് ഓർമ്മിക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാവും. അടുത്തത് നമുക്ക് വേണ്ടത് റോഡ്സിനെ മനസ്സിലാക്കാനാണ്. ഏതൊക്കെ റോഡ്സിൻ്റെ പ്ലേസ് വാല്യൂസ്, അതായത് ഇത് നമുക്കത് മിഡിൽ ഡോട്ട് 1's പ്ലേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും തൊട്ട് ലെഫ്റ്റിൽ 10's പ്ലേസ് ആണ്. ഇത് 10's പ്ലേസ് ആണ്, ഇത് 100, 1000 അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് റോഡ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ പോകും. റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫസ്റ്റിന് തൊട്ട് റൈറ്റിലായിട്ട് വരുന്ന റോഡിൻ്റെത് 0 പ്ലേസ് ആണ്. അപ്പോൾ ഇത് 0 റോഡ് എന്നും ഇത് -1, അതായത് -1 റോഡ്, ഇത് -2 റോഡ്, -3 റോഡ്, അങ്ങനെ റോഡിൻ്റെ പ്ലേസ് വാല്യൂസ് അങ്ങനെയാണ് വരുന്നത്. ഓർമ്മിക്കുക, മിഡിൽ വരുന്നത് 1's, പിന്നെ 0 ആണ്. ഈ റോഡിൻ്റെ പേര് 0 റോഡാണ്. 1, 0, -1, -2 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രോബ്ലം ആയിരുന്നു 54/6. ഇനി നമുക്ക് നോക്കുന്ന 2 പ്രോബ്ലം 65/3ഉം 35/4 ആണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ഇതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്, ഇത് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. പിന്നെ സെക്കൻഡ് വരുന്നത് ഡിവൈസിൻ്റെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റാണ്. 2 - 1 1 ആണ്. കിട്ടിയതിനോട് 1 മൈനസ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻറ്റ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ് നമ്മുടെ ഇക്വേഷൻ. അതുകൊണ്ട് 54/6ൻ്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് 2 - 1 -1. അപ്പോൾ 2 - 1 1, 1 - 1 0. അപ്പോൾ 0 റോഡിലായിരിക്കണം ഈ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. ഇതേ പാറ്റേണിലെ എല്ലാ ക്വസ്റ്റ്യനും 0 റോഡിലായിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്. അത് ഓർമ്മിക്കാം. ഓക്കെ, ഇനി ഇവിടെ 3 ഡിജിറ്റും ഇവിടെ 2 ഡിജിറ്റ് ആണെങ്കിലും നമുക്കെന്ത് ചെയ്യാം, 0 റോഡായിരിക്കും. ഇതിനേക്കാൾ 1 ഡിജിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം 0 റോഡിലായിരിക്കും ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. 54/6 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. 0 റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് 1's റോഡും ഇതാണ് 0 റോഡ്. ഇനി നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് 65/3 ആണ്. അപ്പോൾ 65 ഞാനിവിടെ പ്ലേസ് ചെയ്തു, കാരണം 0 റോഡ് എന്ന് പറയുമ്പോൾ ഇതാണ് 0 റോഡ്. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 5 ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്തു, ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ആൻസർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻസർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നോക്കാം. ആൻസർ റോഡ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിവൈസർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഈ രണ്ടാമത് എഴുതാണ് നമ്മൾ ഡിവൈസർ എന്ത് ചെയ്യണം, ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റായിട്ട് കമ്പയർ ചെയ്യും. ഇനി ഡിവൈസർ എത്ര ഡിജിറ്റ് ഉണ്ടായാലും ഡിവിഡൻറ്റ് എത്ര ഡിജിറ്റ് ആയാലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 ഡിജിറ്റുകൾ തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുക.
ഒന്ന് ഓർമ്മിക്കുക. ഇവിടെ ഇനി 3 ഡിജിറ്റ് ആയാലും ഇവിടെ 3 ഡിജിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റിലെ രണ്ടിൻ്റെയും ആദ്യത്തെ ഡിജിറ്റുകൾ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. അപ്പോൾ ഡിവൈസർ 3യും ഡിവിഡൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഓർമ്മിക്കുക 3 എപ്പോഴും ഓർമ്മിക്കുക. ഡിവൈസറാണ് ഒരു കണ്ടീഷൻ വെക്കുന്നതാണ്. ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡിവൈസറിന് ഒരു പ്രോബ്ലം ഇല്ല, ഒരു ടെൻഷനോ ഒരു പ്രശ്നം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഡിവൈസറിനോട് സെയിമോ അല്ല അതിനേക്കാൾ വലുതോ ആണെങ്കിൽ ജമ്പ് ചെയ്യണം. ഓക്കെ, ജമ്പ് ചെയ്യേണ്ട, അല്ല നീങ്ങി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷൻ എപ്പോഴാണ് വരിക, ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പേഴ്സ് ആകുമ്പോഴാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഡിവൈസർ 3യും ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ എന്തായാലും ഡിവൈസറിനേക്കാൾ വലുതാണ് ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ജമ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ജമ്പ് ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യാന്ന് പറയുന്നത് ജസ്റ്റ് മൂവ് ചെയ്യാന്ന് പറയുന്നത് തൊട്ടടുത്ത റോഡിലേക്ക് മാറി നിൽക്കലാണ്. അതായത് ഇവിടുന്ന് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന അർത്ഥം. പക്ഷേ ജമ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ തുടങ്ങേണ്ടത് ഒരു റോഡ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കണം ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റോഡ് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ 3 ആണ് നമ്മുടെ ഡിവൈസർ. ഇനി ഡിവൈസർ എന്ത് ചെയ്യണം, ഡിവൈസർ ഏതാണ് നമ്പർ അത് നമ്മൾ മനസ്സിലാണ് വെക്കേണ്ടത്. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈസർ 3 ആയതുകൊണ്ട് 3 എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 6 ആണ്. 6 3യിൽ എത്ര തവണ പോകുക എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം 2 3s 6 ആണ്. കാരണം 3 ആണ് ഇപ്പോൾ നമ്മൾ മനസ്സിലത്. അപ്പോൾ 2 × 3 നമ്മൾ മനസ്സിലെ 3യും 2 × 3 6 ആയതുകൊണ്ട് ഈ 6നെ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഇനി ഇവിടെയാണ് നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഈ റോഡിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് പ്ലേസ് ചെയ്യേണ്ട ആൻസർ റോഡ് ഏതാണ്, ഇതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആൻസർ പ്ലേസ് ചെയ്യേണ്ട അടുത്ത 2 റോഡുകൾ തമ്മിലായിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി അവിടെ എത്ര ഡിജിറ്റ് വരുന്നുണ്ട് നോക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്കിനി 5 ആണുള്ളത്. 5 അതായത് 0 5 ആണുള്ളത്. ഇവിടെ നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ഇവിടെ ആൻസർ പ്ലേസ് ചെയ്യണം. ആൻസർ പ്ലേസ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള 2 റോഡുകൾ തമ്മിൽ നോക്കും. അവിടെ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് നോക്കണം. അപ്പോൾ ഇവിടെ 0 5 അതായത് 5ൽ 3 എത്ര തവണ പോകും നോക്കണം. 5ൽ 3 എത്ര തവണ പോകും, ഒരു തവണയെന്നറിയാം അല്ലേ. അപ്പോൾ 1 കാരണം 3 മനസ്സിലായത് 1 3s are 3 ആണ്. ഇനി ഈ 5 എന്ത് ചെയ്യണം, 3 മൈനസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, -5 ആഡ് 2. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് 2 ആണ്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ എപ്പോഴാണ് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഡിവൈസറിനേക്കാൾ ചെറുതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ്റെ എമൗണ്ട് നമ്മൾ ഡിവൈസറിൻ്റെ എമൗണ്ടിനേക്കാൾ ചെറുതാകുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ 0 ആകുന്ന സമയത്തും, ഒന്നെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ 0 ആയിട്ട് മാറണം, അല്ലെങ്കിൽ നമ്മൾ ഡിവൈസറിൻ്റെ നമ്പർ എത്രയാണോ ഡിവൈസർ, ആ ഡിവൈസറിനേക്കാൾ ചെറിയ എമൗണ്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ 2 ആണ്. നമ്മുടെ ഡിവൈസർ ഓൾറെഡി 3 ആണ്. അപ്പോൾ 3യേക്കാൾ ചെറുതാണ് 2. അപ്പോൾ ഇനി നമുക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ 21 റിമൈൻഡർ 2. അപ്പോൾ ആൻസർ 21 റിമൈൻഡർ 2 ആണ്. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് 35 ഡിവൈഡ് ബൈ 4 ആണ്. 35 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന സമയത്തും ഓർമ്മിക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സെയിം 0 റോഡിൽ നിന്നായിരിക്കും നോക്കാം. നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻ മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1. ഇവിടെ 2 ആണ്. 2 - 1 -1 0. 2 - 1 1 1 - 1 0 ആണ്. അപ്പോൾ 0 റോഡിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാം. 0 റോഡ് ഏതാണെന്നറിയാം, നമ്മൾ ഫസ്റ്റ് റോഡിൻ്റെ തൊട്ടടുത്തായി വരുന്നതാണ് 0 റോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 35 ക്വസ്റ്റ്യൻ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആൻസർ എവിടെ നിന്ന് ചെയ്ത് തുടങ്ങണം പറഞ്ഞു. ആൻസർ റോഡ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ഇവിടെ നോക്കാം. 35 ഡിവൈഡഡ് ബൈ 4 ആണുള്ളത്. 35 ഡിവൈഡഡ് ബൈ 4 ഉള്ളത് കൊണ്ട് നോക്കാം, ഡിവൈസർ എന്താണ്, 4 ആണ്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 3യും ഇവ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 4നേക്കാൾ ചെറുതാണ് ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ചെറുതായതുകൊണ്ട് ജമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. എപ്പോഴും ചിന്തിക്കുക, ഡിവൈസറിന് എപ്പോഴും ചെറുതാണെങ്കിൽ, ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട. ബാക്കി 2 കണ്ടീഷനും അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് ഓർമ്മിച്ചേക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്
ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണമെന്ന് ഓർമ്മിക്കാം. ആ ഒരു കണ്ടീഷൻ ഓർമ്മിച്ചാൽ ബാക്കി 2 കണ്ടീഷൻ നമുക്ക് ജമ്പ് ചെയ്യണമെന്ന് ഓർമ്മിക്കാൻ ഈസി അല്ലേ. അപ്പോൾ 4 ചെറുതാണ് 3. അപ്പോൾ അതിന് ജമ്പ് ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തൊട്ടടുത്തുള്ള അതായത് ഫസ്റ്റ് റോഡിൽ നിന്നായിരിക്കണം ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ജമ്പ് ചെയ്യേണ്ട എന്ന് പറയുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ആൻസർ നമ്മൾ ചെയ്ത് തുടങ്ങണം. അതായത് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് നോക്കാം. ഇനി അപ്പോൾ ഡിവൈസർ 4 ആയതുകൊണ്ട് നമ്മൾ 4 ആണ് നമ്മളെ മനസ്സിൽ വെക്കേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക, ഡിവൈസർ നമ്മൾ മൈൻഡിലാണ് വെക്കേണ്ടത്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഇപ്പോൾ ഓർമ്മിക്കുക 4. അപ്പോൾ തൊട്ടടുത്തുള്ള 2 റോഡ് നമ്മൾ നോക്കാം. അപ്പോൾ 2 റോഡ് നോക്കിയേ, ഇവിടെ എത്ര ഇപ്പോൾ പ്ലേസ് നമ്പേഴ്സ് വരുന്നത് 35 ആണ്. 4 35ൽ എത്ര തവണ പോകുമെന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം 4 35 എന്ന് പറയുമ്പം 8 4s are 32 ആണെന്നറിയാം. 9 4s 36 ആണ്. പക്ഷെ നമുക്ക് 35 ഇവിടെ ഉള്ളൂ. അപ്പോൾ 9 എന്തായാലും വരില്ല. പിന്നെ അതിനേക്കാൾ ചെറുതെന്ന് പറയുമ്പം 8 മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണേ. 8 4s are 32. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 32 ലെസ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 35 ആകുമ്പോൾ 32 ലെസ് ചെയ്യാൻ ഈസി അല്ലേ. ഇവിടുന്ന് 3യും ഇവിടുന്ന് 2 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ 5 ലെസ് 5 ആഡ് 3 ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇത് ഡിവൈസറിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യണം. ഡിവൈസറിനേക്കാൾ ചെറുതോ ഇവിടെ 0 ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് 0 ആകുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കിപ്പോൾ ഇവിടെ 3 ആണുള്ളത്. നമ്മളെ ഡിവൈസർ എത്രയാണ്, ഡിവൈസർ 4 ആണ്. അപ്പോൾ 4നേക്കാൾ ചെറുതാണ് 3. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എങ്ങനെയാണ് പറയാം, ഇവിടെ 8ഉം റിമൈൻഡർ ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് 3 ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് റിമൈൻഡറാണ്. അപ്പം 8 റിമൈൻഡർ 3 എന്നാണ് നമ്മൾ എഴുതുക. നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ 3 എഴുതും. 8 ബ്രാക്കറ്റാണെന്ന് വിചാരിക്കുക ഇത്. അപ്പം 8 ബ്രാക്കറ്റിൽ 3, അതായത് 8 റിമൈൻഡർ 3 ആണ് ആൻസർ.